ഞാനും ദേവയും കൂടി ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ ബസ്സിൽ വെച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടു. ആരാണെന്നോ? സന്ധ്യ. എൻ്റെ കൂടെ പൂഴിക്കുന്നൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നതായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് സന്ധ്യയെ കാണുന്നത്. വിശേഷങ്ങൾ പലത് പറഞ്ഞ് തിരുവനന്തപുരം എത്തിയത് പോലും അറിഞ്ഞില്ല. അല്ലറ ചില്ലറ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലം വരെ പോയി, മൃഗശാലയിലേക്ക്. മുമ്പ് പലതവണ പോയിട്ടുണ്ടെങ്കിലും ദേവ ഓരോ മൃഗങ്ങളെയും എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ നോക്കി. വിസിലടിച്ചും കൂകി വിളിച്ചും അവിടുത്തെ മൃഗങ്ങളെയെല്ലാം തൻ്റെ വരവ് അവൻ പ്രത്യേകം അറിയിക്കുന്നുണ്ടായിരുന്നു. കരടി, സിംഹം, കടുവ ഇവയൊക്കെ കാണുമ്പോൾ അമ്മേ അതൊന്ന് വീഡിയോ എടുത്ത് വെക്കാമേ, കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാമെന്ന് ഗമയോടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർത്തത്. കുട്ടിക്കാലത്ത് മരം കയറി എന്ന് അമ്മാമ്മ വിളിച്ചിട്ടുള്ള എൻ്റെ മകനായതുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിഞ്ഞു കയറാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെ കൊണ്ടൊക്കുന്ന പോലെ അവനും വലിഞ്ഞു കയറി. ഇടയ്ക്കിടയ്ക്ക് അവൻ വീണു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവൻ വീണില്ല. ഈ മൃഗങ്ങളെയൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് കേട്ടോ. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ദേവിയും ദേവിയുടെ കുട്ടികളുമായിട്ട് വരുമായിരിക്കും. അന്ന് അവൻ പറയുമായിരിക്കും, ഞാൻ ഈ സിംഹത്തെയൊക്കെ അന്ന് കാണുമ്പോൾ അതിന് ഇത്തിരിയും കൂടെ ആവതുണ്ടായിരുന്നു, ഇപ്പോൾ അതിന് തീരെ വയ്യ എന്ന്.